സംസ്ഥാനത്ത് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മുകളിലൂടെ അപകടകരമായ രീതിയിൽ വൈദ്യുതി ലൈനുകൾ കടന്നുപോകുന്നു. 24 വാർത്താ പരമ്പര തലയ്ക്കുമീതെ മരണക്കെണി. ആലപ്പുഴ കാർത്തികപ്പള്ളിയിൽ ഫിറ്റ്നസ് ഇല്ലാത്ത സർക്കാർ സ്കൂൾ കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണു. കെട്ടിടം അപകടാവസ്ഥയിൽ നിന്ന് പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗം മാസങ്ങൾക്ക് മുൻപ് റിപ്പോർട്ട് നൽകിയിരുന്നു. പ്രവർത്തിക്കാത്ത കെട്ടിടം എന്നാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം. എന്നാൽ ക്ലാസുകൾ പ്രവർത്തിച്ചിരുന്നതായി നാട്ടുകാർ പറഞ്ഞു. 1000-ലധികം കുട്ടികൾ പഠിക്കുമ്പോൾ ഈ കുട്ടികളെല്ലാം ഓടിക്കളിച്ച് ഓടി വന്ന് HM-ന്റെ റൂമിലേക്കും മറ്റ് ക്ലബ്ബുകളിലേക്കൊക്കെ കയറി വരുന്ന സ്ഥലത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് ഒരു വലിയ ദാരുണമായൊരു സംഭവം ഉണ്ടാകാതെ മാറിപ്പോയത്. ഇതിന്ന് ഫിറ്റ്നസ് ഇല്ലാത്തതിൻ്റെ പേരിൽ ഇന്നത്തെ ഒരു ചെറിയ മഴയത്ത് തകർന്നു വീണിരിക്കുകയാണ്. ഇതിൻ്റെ അനാസ്ഥ സർക്കാരിൻ്റെ അനാസ്ഥയാണ്, പഞ്ചായത്തിൻ്റെ അനാസ്ഥയാണ്. ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ മിഥുനെ പോലെ ഒരുപാട് മിഥുന്മാർ ഈ കാർത്തികപ്പള്ളി പഞ്ചായത്തിലും ചിങ്ങോലി പഞ്ചായത്തിലും കേരളം ഒട്ടാകെ ഉണ്ടാവും. പണി പൂർത്തിയായ പുതിയ കെട്ടിടം തുറന്നു കൊടുത്തിരുന്നുവെങ്കിൽ പ്രശ്നമുണ്ടാവില്ലായിരുന്നുവെന്ന് പ്രധാന അധ്യാപകൻ 24-നോട് പറഞ്ഞു. ക്ലാസ്സിൽ പ്രവർത്തിക്കുന്നില്ല. അത് അൺഫിറ്റ് കെട്ടിടമാണ്. ഇത് നമുക്ക് അൺഫിറ്റ് ആയി തന്നതിന് ശേഷം കുട്ടികളെ മുഴുവൻ നമ്മൾ താൽക്കാലികമായ ഷെഡിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഷെഡാണ് ഇതുണ്ട്. ഇതുണ്ട് കാണുന്നതെല്ലാം നമ്മൾ താൽക്കാലിക ക്ലാസ് മുറികളാണ്. അപകടത്തിന് ശേഷം അകത്തെ ബെഞ്ചുകളും ഡെസ്കുകളും ഒക്കെ മാറ്റിയെന്നാണ് പേരൻസ് പറയുന്നത്. അങ്ങനെ സംഭവിച്ചിട്ടില്ല. എത്ര നാളെ അൺഫിറ്റ് ആയിട്ട്? ഇപ്പം ജസ്റ്റ് അൺഫിറ്റ് ആക്കി തന്നതേ ഉള്ളൂ. അല്ല, കുട്ടികൾ പറയുന്നു അവിടെയായിരുന്നു ക്ലാസ് എന്ന്. അപ്പോൾ HM എന്നുള്ളതിൽ അങ്ങനെ ആണെങ്കിൽ അത് താങ്കൾ അറിയേണ്ടതല്ലേ സാർ? ഇല്ല, അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇല്ലില്ല. അപ്പോൾ ഈ അകത്തെ ഈ ബോർഡുകളിലേക്ക് കഴിഞ്ഞ ദിവസത്തെ തീയതികളാണ് രേഖപ്പെടുത്തിയത്. അത് മറ്റേതെങ്കിലും തരത്തിൽ എന്തെങ്കിലും അധ്യാപകരെ വല്ലതും കയറി എന്തെങ്കിലും വർക്കുകൾ വല്ലതും ചെയ്തതാണെന്നുണ്ട്. അപ്പോൾ എൻ്റെ തന്നെ ഫയലുകളുമൊക്കെ അതിനകത്ത് സൂക്ഷിക്കുന്നുണ്ട്. HM-ന്റെ ഓഫീസ് നിലവിൽ മറ്റൊരു കെട്ടിടത്തിൽ. അതെ. അപകടത്തിന് പിന്നാലെ സ്കൂളിൽ രക്ഷിതാക്കളെത്തി പ്രതിഷേധിച്ചു. സ്കൂളിലെ പുതിയ കെട്ടിടം ഉടൻ തുറന്ന് പ്രവർത്തിക്കാൻ കളക്ടറുടെ നിർദ്ദേശം. പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളിലേക്ക്. അശ്വിൻ പാലാഴിയുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി. അശ്വിൻ, നിലവിൽ പ്രതിഷേധം തുടരുകയാണോ? ഈ സ്കൂൾ കെട്ടിടം തുറന്ന് പ്രവർത്തിച്ചിരുന്നു, അക്കാര്യത്തിൽ വ്യക്തതയുണ്ടോ? രണ്ട് രീതിയിലാണല്ലോ വാദങ്ങൾ. അശ്വിൻ, ഉമേഷ്, എന്തായാലും ഇപ്പോഴും സ്കൂളിന് മുന്നിൽ പ്രതിഷേധം തുടരുകയാണ്. BJP പ്രവർത്തകരും ഒപ്പം കോൺഗ്രസ് പ്രവർത്തകരും അതിനു പുറമെ രക്ഷിതാക്കളും പ്രതിഷേധവുമായി ഇടിഞ്ഞു വീണ കെട്ടിടത്തിന് മുന്നിൽ ആ സമയം മുതൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. രണ്ട് വാദങ്ങളാണ് പ്രധാനമായി ഇപ്പോഴും ഉയരുന്നത്. ഒന്ന്, അധ്യാപകരും പ്രിൻസിപ്പളും HM-ഉം പറയുന്ന ഒരു വാദം. അത് ഈ സ്കൂൾ കെട്ടിടത്തിൽ ഒരു കുഞ്ഞു പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ കയറിയിട്ടില്ല, ഇത് അടഞ്ഞു കിടക്കുകയായിരുന്നു എന്നുള്ള ഔദ്യോഗികമായി ഈ സ്കൂൾ പറയുന്ന ഒരു വാദമാണ്. മറുവശത്ത് ഈ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളും അവരുടെ രക്ഷിതാക്കളും പറയുന്ന മറ്റൊരു കാര്യം, അത് ഈ കഴിഞ്ഞ വ്യാഴാഴ്ച വരെ സ്കൂളുകൾ പ്രവർത്തിച്ചെന്നും തങ്ങളുടെ കുട്ടികളെ ഈ ക്ലാസ് റൂമുകളിലേക്കാണ് കൊണ്ടുവിട്ടതെന്നും ഞങ്ങൾ അവിടെയാണ് പഠിച്ചതെന്ന് ആ കുട്ടികളും പറയുന്നു. എന്തായാലും ഇതിൽ ഏതാണ് വസ്തുത, എന്താണ് സത്യം എന്നുള്ളത് അന്വേഷണത്തിലൂടെ പുറത്തു വരട്ടെ. ഒപ്പം വസ്തുത നാടറിയട്ടെ. അതിനൊപ്പം ഇനിയിപ്പോൾ ഈ കെട്ടിടം ശോധനീയാവസ്ഥയൊക്കെ പരിഗണിച്ച് 2 മാസം മുമ്പ് ഈ അധ്യയന വർഷം തുടങ്ങുന്നതിന് മുൻപ് പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗം ഒരു അൺഫിറ്റ് സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നു. ആ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടും ഈ കെട്ടിടം തുറന്ന് പ്രവർത്തിച്ചെങ്കിൽ അത് ഗുരുതര കുറ്റകൃത്യമാണ്. കുഞ്ഞു കുട്ടികൾ പഠിക്കുന്ന കലാലയമാണ്, UP സ്കൂളാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സ്കൂളിന് പുതിയൊരു കെട്ടിടം അത് നിർമ്മാണം പൂർത്തിയായി പ്രവർത്തന സജ്ജമായി ഇരിക്കുകയാണ്. അത് ഈ കെട്ടിടത്തോട് ചേർന്ന് തന്നെയാണ്, ഈ ഇടിഞ്ഞു വീണ കെട്ടിടത്തോട് ചേർന്ന് തന്നെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പണി പൂർത്തിയായിരിക്കുന്ന ഒരു ബിൽഡിംഗാണ്. അത്യാധുനിക സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഈ കെട്ടിടം തുറന്നു കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുമായിരുന്നില്ല എന്ന് ഈ സ്കൂളിൻ്റെ HM ബിജു തന്നെ ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് പണി പൂർത്തിയായിട്ടും തുറന്നു കൊടുക്കാനാവാത്ത ഈ പുതിയ കെട്ടിടം. ഇതിൽ സ്കൂൾ പൂർണ്ണമായും ഇപ്പോൾ വിവിധ ബിൽഡിങ്ങുകളിലായി പരന്നു കിടക്കുന്ന സ്കൂൾ പൂർണ്ണമായും ആ ക്ലാസ് റൂമുകൾ പ്രവർത്തിക്കാൻ സജ്ജമായിരിക്കുന്ന അതിന് പ്രാപ്തിയുള്ളൊരു കെട്ടിടമാണ്. അത് പൂർണ്ണമായും ഇപ്പോഴായിട്ടുണ്ട്. എന്തായാലും ഏറ്റവും പുതിയ വാർത്ത, ഏറ്റവും പുതിയതായി അപകടത്തിന് പിന്നാലെ വരുന്ന ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് ജില്ലാ കളക്ടറുടെ ഒരു നിർദ്ദേശമാണ്. ഈ അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിലവിൽ പണി പൂർത്തിയായി കിടക്കുന്ന ഈ കെട്ടിടം നാളെ മുതൽ പ്രവർത്തന സജ്ജമാക്കി തുറന്നു കൊടുക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നിലവിൽ ഈ കെട്ടിടത്തിൽ വൈദ്യുതിയുടെ കുറവ് മാത്രമാണുള്ളത്. അത് താൽക്കാലിക സംവിധാനത്തിൽ നാളെ തന്നെ ഇവിടെ താൽക്കാലിക രീതിയിൽ വൈദ്യുതി സജ്ജീകരിക്കാൻ KSEBിയോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം ഇപ്പോൾ നിലവിൽ ഇടിഞ്ഞു വീണിരിക്കുന്ന ഈ കെട്ടിടം പൂർണ്ണമായും ബന്ദോബസ്തിലാക്കി അടച്ചുകെട്ടി കുട്ടികളോ മറ്റാരും ഈ പ്രദേശത്തേക്ക് പ്രവേശിക്കാത്ത തരത്തിലേക്ക് ആക്കണമെന്നുകൂടി ജില്ലാ കളക്ടർ അല്പസമയം മുമ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും അപകടത്തിന് പിന്നാലെയാണെങ്കിൽ പോലും ഒരു ഇടപെടൽ ജില്ലാ ഭരണകൂടത്തിൻ്റെയൊക്കെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നുള്ളതാണ്
പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ എന്തായാലും ഇപ്പോഴും ഈ പ്രതിഷേധവും സംഘർഷങ്ങളും ഒക്കെ ഇവിടെ തുടരുന്നു എന്നുള്ളതാണ് ഉന്മേഷ് മറ്റൊരു കാര്യം. ഒരു കയ്യാങ്കളിയിലേക്ക് ഇവിടെയുള്ള ആളുകൾ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ പോയിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴും ഇതാ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തർക്കം നടക്കുന്നു. എന്തായാലും നാളെ BJPയുടെ വലിയൊരു പ്രതിഷേധ മാർച്ച് പഞ്ചായത്തിലേക്ക് നടക്കുന്നുണ്ട്. കൂടുതൽ പോലീസ് ഇപ്പോഴാണ് എത്തിയത്. നൂറുകണക്കിന് ആളുകൾ എത്തിയിട്ടും അത് തടയാനോ ഇവിടുത്തെ സംഘർഷ സാധ്യത മാറ്റാനോ ഉള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇപ്പോൾ ഇതാ പോലീസ് എത്തി പ്രശ്നം പരിഹരിക്കാനുള്ള ഇടപെടലുകൾ നടത്തുകയാണ്. ശരി, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്.